കേന്ദ്ര മന്ത്രിസഭാ രൂപവൽക്കരണത്തിലെ കോട്ടങ്ങൾ കണ്ടെത്താനാണ് മലയാള മാധ്യമങ്ങൾ ഇപ്പോൾ ഗവേഷണം നടത്തുന്നത്. നേരത്തെ അവർ പറഞ്ഞത് TDPക്കും JDUവിനുമൊക്കെ 4 ക്യാബിനറ്റ് പദവി വീതം നൽകേണ്ടി വരും, അവർ പിടിമുറുക്കുന്നു, BJPക്ക് പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാർ കാര്യമായൊന്നും ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു. JDUവും TDPയും പല ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി, അവർ സമ്മർദ്ദം തുടങ്ങി, മോദിക്ക് എല്ലാ കാര്യങ്ങളിലും അവരോട് വഴങ്ങേണ്ടി വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഏകീകൃത സിവിൽ കോഡ്, അഗ്നിവീർ പദ്ധതി, ജാതി സെൻസസ്, ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പാക്കേജ് തുടങ്ങി നിരവധി ആവശ്യങ്ങൾ TDPയും JDUവും ഉന്നയിച്ചു തുടങ്ങി എന്നൊക്കെയാണ് ഇവർ എഴുതി പിടിപ്പിച്ചിരുന്നത്. ഒടുവിൽ മന്ത്രിസഭാ രൂപവൽക്കരണം നടന്നപ്പോൾ എല്ലാം സ്മൂത്തായി നടക്കുന്നതാണ് കണ്ടത്. ആദ്യം തന്നെ നിതീഷും നായിഡുവും ഇടയുന്നു എന്ന് വാർത്ത കൊടുത്തവർ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിതീഷിന്റെയും നായിഡുവിന്റെയും ശരീരഭാഷ കണ്ടപ്പോൾ പിന്നെ അധികം ഊഹാപോഹങ്ങൾ എഴുതാനിരുന്നില്ല. കേന്ദ്ര മന്ത്രിസഭ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ അവർ എഴുതിയത് എല്ലാം BJP കൊണ്ടുപോയി എന്നാണ്. ഘടകകക്ഷികളെ സൈഡാക്കി എന്നു സാരം. അവിടെ കൊണ്ടും മതിയായില്ല. ഇപ്പോഴവർ എന്താണ് എഴുതുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് മന്ത്രി പദവി കൊടുത്തില്ല. ന്യൂനപക്ഷം എന്നാൽ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമല്ല കേട്ടോ, അവിടെ വലിയ ന്യൂനപക്ഷമാണ്. അതായത് ഭൂരിപക്ഷ മതവിശ്വാസികളെ ക്യാബിനറ്റിൽ കുത്തിനിറച്ച BJP മുസ്ലിങ്ങളെ മന്ത്രിസഭയിൽ എടുത്തില്ല എന്നാണ് ആരോപണം. പഞ്ചാബിൽ തോറ്റ സിഖ് ആയ BJP നേതാവ് രൺവീർ സിംഗ് ബിട്ടുവിനെ മന്ത്രിസഭയിലെടുത്തു. പാർലമെന്റ് അംഗമല്ലാത്ത ക്രിസ്ത്യാനിയായ ജോർജ് കുര്യനെ മന്ത്രിസഭയിലെടുത്തു. എന്നാൽ ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷമായ മുസ്ലിം പ്രതിനിധിയെ എടുത്തില്ല എന്നാണ് ആരോപണം. ഇതേ ആരോപണം ഉന്നയിക്കുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ ഇടതുമുന്നണിയും UDFും രാജ്യസഭയിലേക്ക് വന്ന 3 ഒഴിവുകളിലേക്ക് ആളെ തെരഞ്ഞെടുത്തപ്പോൾ മതം പരിഗണിച്ചുവോ എന്ന് ചോദിക്കുന്നില്ല. അതായത് 54% ഹിന്ദുക്കളുള്ള കേരളത്തിൽ LDFനും UDFനും ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന കേരളത്തിൽ 3 പേരെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തപ്പോൾ എത്ര ഹിന്ദുക്കളെ നിങ്ങൾ നിർത്തി? 54% ഹിന്ദുക്കളുള്ള കേരളത്തിൽ BJPക്ക് കിട്ടിയത് 19% വോട്ട് മാത്രം. ബാക്കി 35% ഹിന്ദുക്കളും വോട്ട് ചെയ്തത് UDFനും LDFനും. ഒരു രാജ്യസഭാ സീറ്റ് അവർക്കും കൊടുത്തുകൂടായിരുന്നോ? ഒരാളെ മാത്രം ജയിപ്പിക്കാൻ കഴിയുന്ന UDF മുസ്ലിം ലീഗ് നേതാവ് ഹാരിസ് ബീരാനെയും, 2 പേരെ ജയിപ്പിക്കാൻ കഴിയുന്ന LDF കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയെയും CPI നേതാവ് PP സുനീറിനെയും സ്ഥാനാർത്ഥിയാക്കി. ഒരാൾ ക്രിസ്ത്യാനി, ഒരാൾ മുസ്ലിം. അപ്പോൾ രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് 2 മുസ്ലിമും 1 ക്രിസ്ത്യാനിയും. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ജാതി നോക്കുന്നതിൽ എന്ത് കാര്യമാണെന്ന് ഈ മലയാള മാധ്യമങ്ങൾക്ക് ചോദിക്കാം. അതേ ശ്വാസത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനും മലയാള പത്രങ്ങൾ ഉത്തരം പറയേണ്ടി വരും.